Hey everyone, this is Christopher Rafael. So കഴിഞ്ഞ കുറച്ച് വീഡിയോയിൽ ഋത്തിക്ക് ട്രേഡ് ലോജിക്കിനെ പറ്റിയും ഓപ്ഷൻ മാർക്കറ്റ് തിയറി, സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു. സോ ഈ വീഡിയോയിൽ ട്രേഡ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, പൊസിഷൻ സൈസ് ചെയ്യാം, റിസ്ക് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം, ഇതൊക്കെയാണ് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നിങ്ങൾക്കൊരു കോയിൻ സ്വിച്ച് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് നോക്കുന്നത് എങ്ങനെ അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി ലെറ്റ്സ് ഗോ ടു വാളറ്റ്സ് ആൻഡ് ഫീസ്. സോ ഇതിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ടോപ്പ് നൗ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ യു വിൽ ബി ഗിവൺ എ ബാങ്ക് അഡ്രസ്. സോ ഇതിലോട്ട് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാശ് ക്രിപ്റ്റോ വാലറ്റിലോട്ട് കയറും. സോ പിന്നെ നമുക്ക് ഇതിലേക്ക് ട്രേഡ് ചെയ്ത് തുടങ്ങാം. സോ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ പോർട്ട്ഫോളിയോ ബൈ ചെയ്യാം എന്നുള്ളതാണ്. ലെറ്റ്സ് സേ നിങ്ങൾക്കൊരു ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എത്തീരിയം ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ സൊലാന ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്പോട്ട് കാറ്റഗറിയുടെ അടിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ടോപ്പിൽ സ്പോട്ട് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ട് വിൻഡോയിലെത്തും. സോ ഇവിടെ നിങ്ങൾക്കൊരു ചാർട്ട് കാണാം. റൈറ്റ് സൈഡിൽ ഒരു ഓർഡർ വിൻഡോ ഉണ്ട്, പിന്നെ ഒരു ഓർഡർ ബുക്ക് ഉണ്ട്. സോ ഇതിൻ്റെ വാച്ച് ലിസ്റ്റ് എവിടെ ഇരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഹോവർ ചെയ്യുമ്പോൾ ഇവിടെ വാച്ച് ലിസ്റ്റ് വരും. ഇപ്പോൾ നമുക്കിപ്പോൾ ബിറ്റ് കോയിൻ ആണ് മേടിക്കണമെങ്കിൽ ബിറ്റ് കോയിൻ ക്ലിക്ക് ചെയ്യാം. അല്ല നമുക്കിപ്പോൾ XRP INR ആണ് മേടിക്കണമെങ്കിൽ നമുക്ക് അത് ക്ലിക്ക് ചെയ്യാം. സോ അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ സമയത്ത് തന്നെ ഇതിൻ്റെ ചാർട്ടും ഇവിടെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഓർഡർ വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. സോ ഇപ്പോൾ XRPയുടെ പ്രൈസ് 143 ആണ്. സോ അപ്പോൾ എനിക്ക് 143 തന്നെ മേടിക്കണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രൈസ് തന്നെ മേടിക്കണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ലോവസ്റ്റ്, പിന്നെ അതിൻ്റെ അടിയിൽ എത്ര ക്വാണ്ടിറ്റി. ഇപ്പോൾ നമുക്ക് മിനിമം ക്വാണ്ടിറ്റി ആണെങ്കിൽ മിനിമം ക്വാണ്ടിറ്റി, അല്ല നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഒരു 50% മേടിക്കണമെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് നമുക്ക് 50% യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു 1000 രൂപയ്ക്കാണ് മേടിക്കണമെങ്കിൽ 1000 രൂപ എന്ന് എൻ്റർ ചെയ്യാം. ദെൻ ജസ്റ്റ് ക്ലിക്ക് പ്ലേസ് ഓർഡർ. ഇങ്ങനെയാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ നമുക്ക് വേറെ രണ്ട് മെയിൻ സെഗ്മെൻറ്റ്സും കൂടി ഉണ്ട്. നമ്മൾ കൂടുതലായിട്ടും ട്രേഡ് ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും കൂടിയാണ്. സോ അതെങ്ങനെ ചെയ്യാമെന്നും കൂടി ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. സോ സ്പോട്ടിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ നമുക്കൊരു ടാബ് ഉണ്ട്, ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇതും ഏകദേശം സ്പോട്ടിൻ്റെ സെയിം ലേ ഔട്ട് തന്നെയാണ്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വാച്ച് ലിസ്റ്റ് ഉണ്ട്, നടുക്ക് നമുക്ക് ചാർട്ട് ഉണ്ട്, റൈറ്റ് സൈഡിൽ ഓർഡർ വിൻഡോ ഉണ്ട്. അടിയിൽ നമുക്ക് പൊസിഷൻ ബുക്ക് എന്ന് പറഞ്ഞ ഒരു വിൻഡോ കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങാനും ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് റണ്ണിങ് ആവുന്ന സമയത്ത് നമുക്ക് ഈ പൊസിഷൻ ബുക്കിലാണ് ഇത് എഴുതി കാണിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ബൈ ഡിഫോൾട്ട് ഒരു 2 EMI കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യണം, ലൈക്ക് ട്രേഡിംഗ് വ്യൂവിലുള്ള മെയിൻ ആയ എല്ലാ ഡിഫോൾട്ട് ഇൻഡിക്കേറ്റേഴ്സും ഇതിലുണ്ട്. ഇപ്പോൾ നമുക്കൊരു EMI ആഡ് ചെയ്യണമെങ്കിൽ ഈ ഇൻഡിക്കേറ്ററിൽ ജസ്റ്റ് EMI എന്ന് അടിച്ചാൽ മതി. അപ്പോൾ അവിടെ അത് വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ജസ്റ്റ് ലൈക്ക് ട്രേഡിംഗ് വ്യൂ നമുക്ക് ഇതിന് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ഓൺ ദാറ്റ് സെറ്റിംഗ്സ് ബട്ടൺ. നമുക്ക് ഇതിൻ്റെ ലെങ്ത് ഇപ്പോൾ ഒരു 30 ആക്കണമെങ്കിൽ അത് 30 ആക്കാം. സോഴ്സ് നമുക്ക് ക്ലോസ് മാറ്റണമെങ്കിൽ അതൊക്കെ ആക്കാം. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ നമുക്ക് ഡ്രോയിങ് ടൂൾസ് പറയാം. സോ ഡ്രോയിങ് ടൂൾസ് സെയിം ആസ് ട്രേഡിംഗ് വ്യൂ. നമുക്കിപ്പോൾ ട്രെൻഡ് ലൈൻ വരയ്ക്കണമെങ്കിൽ ട്രെൻഡ് ലൈൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് വരയ്ക്കാം. അല്ല നമുക്ക് കുറച്ച് ഫിബോനാച്ചി റീട്രേസ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അതും നമുക്കിപ്പോൾ ചെയ്യാം. അല്ല നമുക്ക് ഇതിൻ്റെ മുകളിൽ വരയ്ക്കണമെങ്കിൽ അതും ചെയ്യാം. സോ ഇങ്ങനത്തെ ടൂൾസൊക്കെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് കോർണറിൽ ട്രേഡിംഗ് വ്യൂവിൻ്റെ അത് കാണാൻ പറ്റും. ഓക്കെ, നൗ ജസ്റ്റ് സ്വിച്ചിങ് ടു ഡിഫറെൻറ്റ് സ്ട്രൈക്സ്. നമുക്കിപ്പോൾ ഒരു എത്തീരിയത്തിൽ ഒരു ലോങ് ട്രേഡ് ചെയ്യണം. ഓക്കെ, എന്നാണ് നമ്മുടെ ഒരു ലോജിക് എങ്കിൽ ഞാനിപ്പോൾ ഇതിനൊരു ബൈ പൊസിഷൻ ടൂൾ ഇടാം. സോ അപ്പോൾ ഞാനിപ്പോൾ ഒരു എത്തീരിയം ഇവിടെയാണ് ബൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഐ എം ജസ്റ്റ് കീപ്പിംഗ് സംവെയർ ഓവർ ഹിയർ. ആൻഡ് എൻ്റെ ടാർഗറ്റ് നെക്സ്റ്റ് ലിക്വിഡിറ്റിയിലായിരിക്കും ഒബിയസ്ലി. സോ ഐ എം ഗോണ കീപ് ദാറ്റ് ടാർഗറ്റ് ഓവർ ഹിയർ. ഇതൊരു 15 minutes ടൈം ഫ്രെയിമിൽ ട്രേഡാണ്. സോ എങ്ങനെ നിങ്ങൾക്ക് ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ടോപ്പ് ലെഫ്റ്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ 4 hour ആണെങ്കിൽ 4 hour ചെയ്യാം, 30 minutes ആണെങ്കിൽ 30 minutes ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കിത് ഫേവറേറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ടൈം ഫ്രെയിം നമുക്ക് ഫേവറേറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ മുകളിലുള്ള ബാറിൽ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ക്യാൻഡിൽ മാറ്റണമെങ്കിൽ പോലും നമുക്ക് ഇവിടെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ബേസിക്കലി നമ്മളെല്ലാവരും ബാർ ക്യാൻഡിൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, പക്ഷേ ലൈൻ വേണമെങ്കിൽ ലൈനും ഉണ്ട്. ഓക്കെ, നൗ കമ്മിങ് ബാക്ക് ടു അവർ ട്രേഡ്. സോ നമുക്ക് ഇതാണ് നമ്മുടെ ട്രേഡ് ലോജിക് ഇൻ എത്തീരിയം. ഓക്കെ, സോ ഇതിപ്പോൾ നമുക്ക് മാർക്കറ്റ് എൻട്രി ആദ്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ലിമിറ്റ് ഓർഡേഴ്സ് എന്താണെന്ന് വെച്ചാൽ അതും കാണിച്ചു തരാം. സോ ഇപ്പോൾ നമുക്ക് മാർക്കറ്റാണ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓർഡർ വിൻഡോയിൽ നമുക്ക് സെലക്ട് ചെയ്യാം, ബൈ ആണോ ചെയ്യേണ്ടത്, സെല്ലാണോ ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് ബൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ബൈ അതിൻ്റെ അടിയിൽ നമുക്ക് ലെവറേജ് സെറ്റ് ചെയ്യാം. സോ ലെവറേജ് നമുക്ക് 1x തൊട്ട് 90x വരെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് വേണമെങ്കിൽ ഒരു
അറൌണ്ട് 25x കൺഫേം ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ലെവറേജ് നമ്മുടെ ഫിക്സ് ആയി. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോഴത്തെ പ്രൈസ്, ആ പ്രൈസിൽ ട്രേഡ് എൻ്റർ, അതാണ് മാർക്കറ്റ് ഓർഡർ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് നോക്കാം. സോ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ പൊസിഷൻ ഈ ബൈ ഡയഗ്രത്തിൽ തന്നെ കിട്ടും. സോ ഇവിടെ നമുക്ക് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ശേഷം ഈ പ്രൈസ് ഇങ്ങനെ കോപ്പി ചെയ്താം. ഓക്കെ, ഇനി ഇത് എവിടെ കൊണ്ടിടണം? സോ ഓർഡർ വിൻഡോയിൽ ഒരു ബട്ടൺ ഉണ്ട്, TP/SL ഓൺ ദ എൻറ്റയർ പൊസിഷൻ എന്ന് പറഞ്ഞിട്ട്. സോ ഇവിടെ നമുക്ക് ഇത് ടിക്ക് ചെയ്യുമ്പോൾ ഒരു വിൻഡോ നമുക്ക് പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത് വരും. സോ ഇവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും എന്ന് പറഞ്ഞാൽ ബട്ടൺ. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് 5% താഴെയാണ് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് 5 എന്ന് അടിച്ചു കൊടുക്കാം. സോ 5% എൻട്രി പ്രൈസിൻ്റെ 5% താഴെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ലോസ് വരും. പ്രോഫിറ്റ് 10% വെക്കണമെങ്കിൽ, സോ ഇതൊരു 1:2 ട്രേഡായി. സോ 1:2 ആണെങ്കിൽ 10% ആണ് നമ്മളവിടെ വെക്കാൻ പോകുന്നത്. ഇങ്ങനെ പെർസെൻറ്റേജ് വൈസിലും വെക്കാം. അല്ല, നമ്മൾ ഫിക്സ് ചെയ്യുന്ന പ്രൈസിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസും TPയും വെക്കേണ്ടെങ്കിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇതിനെ നമുക്കൊന്ന് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് TP പ്രൈസും SL പ്രൈസും എന്ന് പറഞ്ഞിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ SL പ്രൈസ് നമുക്കിവിടെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. അതുപോലെ നമുക്ക് ഈ പ്രോഫിറ്റിൻ്റെ പ്രൈസും ഇവിടെ നിന്ന് ജസ്റ്റ് കോപ്പി ചെയ്യാം. ഓക്കെ, സോ സ്റ്റോപ്പ് ലോസും ഞാൻ ഇട്ടു, ടേക്ക് പ്രോഫിറ്റും ഞാൻ ഇട്ടു. ഇനി നമുക്ക് ക്വാണ്ടിറ്റിയിലോട്ട് പോകാം. സോ ഇത് ഓർഡർ വാല്യൂയിലാണ് നമുക്ക് ഡിഫോൾട്ടായിട്ട് വരുന്നത്. അല്ല, എത്തീരിയത്തിൽ അല്ലെങ്കിൽ നമ്മൾ എത്തീരിയം എൻ്റർ ചെയ്തുകൊണ്ട് എത്തീരിയത്തിൻ്റെ വാല്യൂയിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിൽ ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഓർഡർ വാല്യൂ ഇൻ INR പോകുന്നത്. സോ ഞാനിപ്പോൾ ഒരു 1000 രൂപയുടെയാണ് മേടിക്കണമെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസിനും ടാർഗറ്റിനും എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും, എത്ര ലോസ് വരുന്നു ഓട്ടോമാറ്റിക്കലി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. സോ 1000 രൂപയുടെ അല്ലെങ്കിൽ 10,000 റുപ്പീസിൻ്റെ എത്തീരിയം ഞാൻ ഓർഡർ വാല്യൂ ഉണ്ടെങ്കിൽ 371 ആയിരിക്കും എൻ്റെ റിയലൈസ്ഡ് പ്രോഫിറ്റ് ഇഫ് ദ ടാർഗറ്റ് ഹിറ്റ്സ്. ഓക്കെ, അതുപോലെ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ 220 ആയിരിക്കും വരുന്നത്. ആൻഡ് ഈ ഒരു ഓർഡർ വാല്യൂവിന് വേണ്ടിയുള്ള മാർജിൻ ജസ്റ്റ് 500 റുപ്പീസാണ്. ഓക്കെ, അത് ഇവിടെ തൊട്ടടിയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, നൗ ലെറ്റ്സ് കമ്മിങ് ടു റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് പൊസിഷൻ സൈസിങ്. അപ്പോൾ ഞങ്ങൾ യൂഷ്വലി ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാപിറ്റൽ എത്രയുണ്ടോ അതിൻ്റെ 2% ആണ് നമുക്ക് റിസ്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ 1 lakh ആണെങ്കിൽ നമ്മൾ 2000 രൂപ നമ്മൾ പെർ ട്രേഡിന് വേണ്ടി റിസ്ക് ചെയ്യും. സോ അത് നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. സോ ഇത് ഇച്ചിരി ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. സോ എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ലോസ് എസ്റ്റിമേറ്റഡ് ഉണ്ടല്ലോ, ഇതെനിക്ക് 2000 രൂപയാവണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ വാല്യൂ കയറ്റും. സോ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഞാൻ 1 lakh ഓർഡർ വാല്യൂ ഇടുന്ന സമയത്ത് എൻ്റെ SL 2300 രൂപയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ റിസ്ക് ഞാൻ 2000-ലാണല്ലോ ക്യാപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇച്ചിരി ഒന്ന് ക്വാണ്ടിറ്റി കുറയ്ക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ അതനുസരിച്ചിട്ട് ഇവിടെ ഓർഡർ വാല്യൂ ഒന്ന് മാറ്റി കളിക്കും. ഞാനിപ്പോൾ അതൊരു തൽക്കാലം ഒരു 89,000 ഓർഡർ വാല്യൂ ആക്കി. അപ്പോൾ നോക്കൂ, എൻ്റെ റിസ്ക് 1963. സോ അപ്പോൾ എൻ്റെ മാക്സ് 2000-ൻ്റെ അടിയിലെത്തി. സോ ഇങ്ങനെയാണ് എനിക്കൊരു ട്രേഡ് പ്ലേസ് ചെയ്യേണ്ടത്. മനസ്സിലായി? സോ ഇതിപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് 2000 രൂപ പോകും. 1:2 ടാർഗറ്റ് അടിച്ചാൽ കഴിഞ്ഞാൽ 4000 രൂപ കിട്ടും. ഓക്കെ, സോ നമ്മുടെ ട്രേഡ് ലോജിക് മൊത്തം സെറ്റായി. ഇനി ഓൾ ഐ ഹാവ് ടു ഡു ഇസ് ക്ലിക്ക് ബൈ. ഓക്കെ, സോ ബൈ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ പൊസിഷനിൽ ഓർഡർ വന്നിട്ടുണ്ട്. സോ യു ക്യാൻ സീ ദാറ്റ് എത്തീരിയം INR ഐ ആം ഓൺ ലോങ്, എത്ര ലെവറേജ് എടുത്തിട്ടുണ്ട്, അതുപോലെ എത്ര എത്തീരിയമാണ് അത്, ആവറേജ് പ്രൈസ് എത്രയാണ്, ഇപ്പോഴത്തെ LTP എന്താണ്, ലിക്വിഡേഷൻ പ്രൈസ് എത്രയാണ് നമ്മൾ അൺറിയലൈസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് 2 ബട്ടണും കൂടി ഉണ്ട്, എക്സിറ്റ് നൗ ആൻഡ് എക്സിറ്റ് ഓപ്ഷൻസ്. സോ എക്സിറ്റ് നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ്ലി അപ്പം തന്നെ മാർക്കറ്റിൽ എക്സിക്യൂട്ട് ആവും. പിന്നെ നമുക്ക് പാർഷ്യൽ ബുക്കിംഗ് അല്ലെങ്കിൽ പാർഷ്യൽ ക്ലോഷേഴ്സ് ഒക്കെ ചെയ്യണമെങ്കിലാണ് നമ്മൾ എക്സിറ്റ് ഓപ്ഷൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ പാർഷ്യൽ ബുക്കിംഗ് എത്ര ക്വാണ്ടിറ്റി ചെയ്യണം അത് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. സോ ലെറ്റ്സ് അസ്യൂം ദാറ്റ് എനിക്കിപ്പോൾ 50% ഞാൻ എൻ്റർ ചെയ്തതിൻ്റെ 50% ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഐ ജസ്റ്റ് ക്ലിക്ക് 50% ഇൻസ്റ്റൻ്റ്ലി ആൻഡ് ക്ലിക്ക് എക്സിറ്റ്. അപ്പോൾ അത് ബുക്കായി. ഓക്കെ, ഇനി ഈ എക്സിറ്റ് ഓപ്ഷൻസ് തന്നെയാണ് നമുക്ക് എങ്ങാനും ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും ഇവിടെയാണ് തന്നെ നമ്മൾ ചെയ്യുന്നത്. സോ ഇവിടെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി, അത് മോഡിഫൈ ആയിക്കോളും. ഇനി ഞാനിപ്പോൾ ഒരു എത്തീരിയത്തിൻ്റെ ഈ ട്രേഡ് പ്രോഫിറ്റിൽ ചെറുതായിട്ട് ഒരു പാർഷ്യൽ ബുക്ക് ചെയ്തു. സോ അത് നമുക്ക് കാണാൻ പറ്റുന്നത് ട്രേഡ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഓർഡർ ഹിസ്റ്ററിയിലായിരിക്കും. സോ ട്രേഡ് ഹിസ്റ്ററിയിൽ കണ്ടോ, എത്തീരിയം ബൈ ഞാൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഞാനൊരു പാർഷ്യൽ ബുക്കിങ്ങും ചെയ്തു. അപ്പോൾ എനിക്ക് ഇത്ര പ്രോഫിറ്റ് നമുക്ക് വരികയും ചെയ്തു. ഓക്കെ, അതുപോലെ ഇതിന് ടൈം സ്റ്റാമ്പ്സും ഇവിടെ സൈഡിൽ തന്നെ കാണിക്കുന്നതായിരിക്കും. സോ നമ്മൾ ഓർഡർ ഒരെണ്ണം എക്സിക്യൂട്ട് ചെയ്തു, അതും മാർക്കറ്റിൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൊസിഷൻ വിൻഡോയിൽ റണ്ണിങ് പൊസിഷൻ വന്നു,
അത് കഴിഞ്ഞിട്ട് ഞാനൊരു പാർഷ്യൽ ബുക്കും ചെയ്തു. ഞാൻ ഇനി ഇതൊരു ഫുൾ എക്സിറ്റ് കൂടി ചെയ്യാൻ പോവാം. അപ്പോൾ അതിന് ഡയറക്റ്റ്ലി ഞാൻ ഒരു എക്സിറ്റ് നൗ നിൽക്കും. ജസ്റ്റ് ഒരു കൺഫർമേഷൻ ഉണ്ട്, ചെറിയൊരു കൺഫർമേഷൻ, അതും ഞാൻ ചെയ്തു. അപ്പോൾ എൻ്റെ ട്രേഡ് ഹിസ്റ്ററിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഏറ്റവും സിമ്പിളായ ഒരു മാർക്കറ്റ് എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റുന്നത് ഫ്യൂച്ചറിൽ. സോ നെക്സ്റ്റ് ഞാൻ ലിമിറ്റ് ഓർഡേഴ്സിനെ പറ്റി പറയാം. ഓക്കെ, സോ അപ്പോൾ എൻ്റെ ലോജിക്ക് ഇപ്പോഴത്തെ പ്രൈസിൽ എൻ്റർ ചെയ്യേണ്ട, പക്ഷേ ഐ ഫീൽ ലൈക്ക് ഇവിടെ ഒരു സ്വീപ്പ് നടക്കും, അത് കഴിഞ്ഞിട്ട് ആ ഒരു പ്രൈസിലാണ് എനിക്ക് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ എൻട്രി പ്രൈസ് കണ്ടോ മാറിയിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ഒരു ലോജിക് ആണെങ്കിൽ ഞാൻ ഓർഡർ വിൻഡോയിൽ പോയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് ഓർഡർ ക്ലിക്ക് ചെയ്യും. ലിമിറ്റ് ഓർഡർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ആ ഡിസൈഡ് പ്രൈസ് ഉണ്ടല്ലോ, ലൈക്ക് ഇത് ഇറങ്ങി വന്നിട്ട് എൻ്റർ ചെയ്യേണ്ട പ്രൈസ് ഉണ്ടല്ലോ, അത് ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യും. സ്റ്റോപ്പ് ലോസ് ഏകദേശം സെയിം തന്നെ, എന്നാലും ജസ്റ്റ് ബി ഷുവർ ഐ വിൽ ജസ്റ്റ് കോപ്പി ദാറ്റ് ടു. നേരത്തെ ചെയ്ത പോലെ ഈ ബട്ടൺ നമ്മൾ ടിക്ക് ചെയ്യുന്നു, പെർസെൻറ്റേജ് മാറ്റുന്നു, ചെയ്യുന്നു. സോ സ്റ്റോപ്പ് ലോസ് ഞാൻ എൻ്റർ ചെയ്തു. ടാർഗറ്റും ഞാൻ അതുപോലെ കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ആസ് അവർ റൂൾസ് നമ്മളെപ്പോഴും റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്തിട്ട് മാത്രമേ ഓർഡർ പ്ലേസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ 2000 രൂപ ലോസ് എത്താൻ വേണ്ടി എത്ര ക്വാണ്ടിറ്റി വേണോ അതായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്, പ്രൊവൈഡഡ് മൈ ക്യാപിറ്റൽ ഇസ് 1 lakh. സോ അപ്പോൾ ഞാനൊരു 90,000 ഓർഡർ വാല്യൂ ഇടാണ്. അപ്പോൾ 90,000 ഇടുമ്പോൾ തന്നെ 2,200 and സംതിങ് കയറി. സോ ദാറ്റ് ഈസ് നോട്ട് മൈ ക്വാണ്ടിറ്റി. സോ ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. സോ നമ്മൾ എത്രയാണോ വേണ്ടത് അതെടുത്ത് ചെയ്യാം. സോ അപ്പോൾ ഞാൻ 80,000 രൂപ ക്വാണ്ടിറ്റി ഇട്ടപ്പോൾ നോക്കൂ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് മാക്സ് ലോസ് വന്നേക്കുന്നത് 2,000 രൂപയാണ്. അപ്പോൾ ഇറ്റ്സ് സാറ്റിസ്ഫൈങ് മൈ റൂൾ. സോ അപ്പോൾ ദെൻ ഐ ക്യാൻ ജസ്റ്റ് ഡയറക്ട്ലി ഗോ അഹെഡ് ആൻഡ് പ്ലേസ് ദിസ് എൻറ്റയർ ട്രേഡ്. സോ അപ്പോൾ അത് ലിമിറ്റാണ്. ലെവറേജ് നമ്മൾ ഫസ്റ്റ് തന്നെ 25x വെച്ചിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞായിരുന്നു. സോ ഓൾ വി ഹാവ് ടു ഡു നൗ ഇസ് ബേസിക്കലി നമുക്ക് ഈ ബൈ ലോങ് ക്ലിക്ക് ചെയ്യാന്നുള്ളതാണ്. സോ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പൊസിഷൻ വിൻഡോയിൽ കണ്ടോ, ഓപ്പൺ ഓർഡേഴ്സിൻ്റെ അടിയിൽ ഒരു എത്തീരിയം INR ബൈ ലിമിറ്റ് ഓർഡർ എത്രയാണോ നമ്മൾ വെച്ചേക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പ്രൈസിലാണ് എൻ്റർ ചെയ്യേണ്ടത് ആ പ്രൈസ്, പിന്നെ ഇപ്പോഴത്തെ പ്രൈസൊക്കെ കാണാം. സോ അപ്പോൾ ചാർട്ടിൽ നിങ്ങൾ നോക്കിക്കോളൂ, ഈ പ്രൈസ് ഇപ്പോൾ ഇറങ്ങി വരുന്നുണ്ട്. ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു എൻട്രി എത്തുമ്പോൾ അതങ്ങോട്ട് എക്സിക്യൂട്ട് ആവും. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഈ പൊസിഷനും ഓപ്പൺ പൊസിഷനായിട്ട് മാറും. അപ്പോൾ ഇവിടെ നമുക്ക് റണ്ണിങ് പെയിനിൽ കാണാൻ പറ്റും. ഓക്കെ, ടിൽ ദെൻ ഇറ്റ് ഈസ് ആൻ അൺട്രിഗേർഡ് ഓർഡർ. നമുക്ക് ഇതിങ്ങെങ്ങാനും ക്യാൻസൽ ചെയ്യണം, ലൈക്ക് ഈ പെൻഡിങ് ഓർഡർ നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഓൾ വി ഹാവ് ടു ഡു ഇസ് ജസ്റ്റ് ക്ലിക്ക് ക്യാൻസൽ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് ഫ്യൂച്ചറിൽ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതും റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതും പൊസിഷൻ സൈസ് ചെയ്യേണ്ടതും. സോ ടു സമ്മറൈസ്, നമുക്ക് 2 ടൈപ്പ് ഓർഡേഴ്സ് ഫ്യൂച്ചറിൽ ചെയ്യാം. ഒന്ന് മാർക്കറ്റ് ചെയ്യാം, ഒന്ന് ലിമിറ്റ് ഓർഡർ ചെയ്യാം. മാർക്കറ്റ് ആണെങ്കിൽ എന്താണോ അപ്പോഴത്തെ പ്രൈസ് ആ പ്രൈസ് നമ്മൾ എൻ്റർ ചെയ്യും. ലിമിറ്റ് ആണെങ്കിൽ നമ്മൾക്കൊരു ഡിസൈഡ് പ്രൈസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇപ്പോൾ പ്രൈസ് 100, പക്ഷെ നമുക്ക് എൻ്റർ ചെയ്യേണ്ടത് 80. അപ്പോൾ നമ്മൾ 80 രൂപയുടെ ഒരു ലിമിറ്റ് ഓർഡർ ഇട്ട് വയ്ക്കും. ഓക്കെ, ദെൻ ഐ ഷോഡ് യു എങ്ങനെയാണ് നമ്മൾ TPയും SLും എൻ്റർ ചെയ്തതിന് ശേഷം എങ്ങനെ ക്വാണ്ടിറ്റി ചെയ്യാം. സോ ബേസിക്കലി ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ എത്രയാണോ ക്യാപിറ്റൽ അതിൻ്റെ 2% നമ്മൾ റിസ്ക് ചെയ്യുന്നത്. 1 lakh ക്യാപിറ്റൽ ആണെങ്കിൽ 2,000 രൂപയായിരിക്കണം എൻ്റെ മാക്സ് ലോസ് പെർ ട്രേഡ്. സോ അപ്പോൾ നമ്മൾ ഈ 2,000 രൂപ എത്താൻ വേണ്ടിയിട്ടുള്ള എത്ര ക്വാണ്ടിറ്റി വേണോ അതൊക്കെ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ, നൗ ഫ്യൂച്ചേഴ്സ് കഴിഞ്ഞു. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഓപ്ഷൻസ് ആണ്. സോ ഫ്യൂച്ചേഴ്സ് എന്ന പോലെ നെക്സ്റ്റ് നമുക്കൊരു ടാബ് ഉണ്ട് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. സോ വെൻ വീൽ ക്ലിക്ക് ദാറ്റ്, സോ ഓപ്ഷൻസ് വിൻഡോയിൽ വരുമ്പോൾ തന്നെ ടോട്ടലി ലേ ഔട്ട് ചേഞ്ച് ആണ്. ഇവിടെ നമുക്ക് ചാർട്ടോ അങ്ങനത്തെ ഉള്ളതൊന്നും ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഇൻസ്റ്റെഡ് വാട്ട് വി സീ ഈസ് ഓപ്ഷൻ ചെയിൻ. ഓക്കെ, പിന്നെ നമുക്ക് പൊസിഷൻ ബുക്ക്, ഓർഡർ വിൻഡോ, അത് രണ്ടും നമുക്ക് സിമിലർ ആണ്. സോ ഓപ്ഷൻ ചെയിനിൽ നമുക്ക് നമ്മുടെ സ്ട്രൈക്സ് നടുക്ക് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കോൾസ് ഉണ്ട്, റൈറ്റ് സൈഡിൽ നമുക്ക് പുട്ട്സ് ഉണ്ട്. സോ നമുക്കിപ്പോൾ ഒരു 70,500ൻ്റെ ഒരു കോൾ ഓപ്ഷനാണ് ബൈ ചെയ്യേണ്ടെങ്കിൽ ഓൾ വി ഹാവ് ടു ഡു ഇസ് ജസ്റ്റ് ക്ലിക്ക് ഓൺ 70,500 കോൾ. ഓക്കെ, കോൾസ് ലെഫ്റ്റിലായതുകൊണ്ട് ഇറ്റ്സ് ഹിയർ. ഇവിടെ നമുക്ക് ബിഡ് ആൻഡ് ആസ്ക് പ്രൈസ് കാണാൻ പറ്റും. സോ വി ഹാവ് ടു ട്രേഡ് അക്കോർഡിംഗ്ലി. ഇവിടെ ക്രിപ്റ്റോയിൽ വരുമ്പോൾ ചെറിയൊരു സ്പ്രെഡ്സ് എപ്പോഴും ഉണ്ടാവും. സോ നിങ്ങളതൊന്ന് നോക്കി ചെയ്യണം. പിന്നെ നമ്മുടെ സെലക്റ്റഡ് സ്ട്രൈക്സ് കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്ക് ടോപ്പ് റൈറ്റിലും കൂടി കാണാൻ പറ്റും, ലൈക്ക് 70,500 കോൾ എന്നും കൂടി. ഓക്കെ, സോ നമുക്ക് ഏതാണ് ഡിസൈഡ് സ്ട്രൈക്ക് വേണ്ടത് അതുപോലെ നമുക്ക് ഓപ്ഷൻ ചൈനിൽ ഡയറക്റ്റായിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, നൗ മുകളിൽ നമുക്ക് ബിറ്റ്കോയിൻ USDT കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ലൈക്ക് ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റിൽ ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എത്തീരിയത്തിലുണ്ട്, അതുപോലെ സൊളാനയിലുണ്ട്,
XRPയിലുണ്ട്, MNTയിലുണ്ട്, ഡോജിലുണ്ട്. സോ ഇതിലൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതായിരിക്കും. പിന്നെ അതിന് തൊട്ടപ്പുറത്തെ ബട്ടൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പയറി ഡേ ആണ്. നമുക്കറിയാം ഓപ്ഷൻസ് എപ്പോഴും അതിനൊരു എക്സ്പയറി ഡേ ഉണ്ടാവും. ഓക്കെ, സോ കോയിൻ സ്വിച്ചിൽ നമുക്ക് ഡെയിലി ആയ എക്സ്പയറിയും ഉണ്ട്, പിന്നെ വീക്ക്ലി ആയ എക്സ്പയറിയും, പിന്നെ മന്ത്ലി എക്സ്പയറീസും ഉണ്ട്. സോ വീക്ക്ലി എക്സ്പയറി എല്ലാ വെള്ളിയാഴ്ചയാണ് നടക്കുന്നത്, മന്ത്ലി എക്സ്പയറിയും ആ മന്തിൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ചയാണ് ഉണ്ടാകുന്നത്. നൗ നമുക്ക് ഓപ്ഷൻ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് സേ നമ്മൾക്ക് 70,500 ആണെങ്കിൽ നമ്മളത് ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഓർഡർ വിൻഡോയിൽ പോകുന്നു. നമുക്ക് എത്ര ഓപ്ഷൻ ബാലൻസ് ഉണ്ട് അത് നമുക്ക് അവിടെ കാണാം. പിന്നെ സെയിം ആസ് ഫ്യൂച്ചേഴ്സ് നമുക്കൊരു മാർക്കറ്റ് ഓപ്ഷനും ഉണ്ട്, ലിമിറ്റ് ഓപ്ഷനും ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു മേജർ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ക്വാണ്ടിറ്റിയിലാണ് ട്രേഡ് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് ലോട്ട് സൈസിലാണ് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നൗ ബിറ്റ് കോയിനിൽ ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 0.01 BTC ആണ്. അതിവിടെ തൊട്ടടിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അത് എത്തീരിയത്തിൽ വരുമ്പോൾ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവാം. സോ എത്തീരിയത്തിൽ വരുമ്പോൾ ഒരു ലോട്ട് 0.1 എത്തീരിയം ആണ്. ഓക്കെ, സോ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ്. സ്ലോട്ട് സൈസ് എപ്പോഴും ഓരോന്നിനും ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ ഇനി നമ്മൾക്ക് മാർക്കറ്റ് എൻട്രി ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 70,500 കോള് നമ്മൾ ബൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ വി എക്സ്പെക്ട് ദ മാർക്കറ്റ് ടു ഗോ അപ്പ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 5 ലോട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ 5 ലോട്ട് എന്ന് പറഞ്ഞാൽ 0.05 ബിറ്റ് കോയിൻ ആണ് ക്വാണ്ടിറ്റി. ഇനി ഇതിൻ്റെ റിക്വയർഡ് മാർജിൻ എന്ന് പറഞ്ഞാൽ 1,900 റുപ്പീസ് ആണ്. ഓക്കെ, അതുപോലെ ഒരു എസ്റ്റിമേറ്റഡ് PNL ഒരു പേ ഓഫ് ഡയഗ്രാം നമുക്ക് കോയിൻ സ്വിച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അതിൽ നമുക്ക് അറിയാൻ പറ്റും മാക്സ് ലോസ് 6,000 രൂപയാണ്, നമ്മുടെ മാക്സ് പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ ഓരോ പോയിന്റിലും ഇത്രയാണെന്ന്. ഓക്കെ, നൗ ഇതിന് നമുക്കിപ്പോൾ ഒരു ലിമിറ്റ് ഓർഡർ വേണമെങ്കിൽ ഇടാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 70,500 കോള് 1,360 റുപ്പീസ് ആണ്. ഓക്കെ, പക്ഷെ നമുക്കൊരു 1,200 റുപ്പീസിൽ എൻ്റർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ നമുക്ക് അത് ഒരു ലിമിറ്റ് ഓർഡറിൽ 1,200 ഇടാം, ക്വാണ്ടിറ്റി ഇടാം, പിന്നെ ബൈ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലിമിറ്റ് ഓർഡർ ആയിട്ട് മാറും. ഓക്കെ, നൗ സെല്ലിങ് വരുമ്പോൾ നമുക്ക് ഓൾ വി ഹാവ് ടു ഡു ഇസ് ഈ ബൈ എന്നുള്ള ഈ സാധനം ജസ്റ്റ് സെല്ലിലോട്ട് അങ്ങോട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഓപ്ഷൻ സെല്ലിങ്ങിലോട്ട് മാറി. ഓക്കെ, നൗ ഓപ്ഷൻ സെല്ലിങ്ങിലോട്ട് വരുന്ന സമയത്ത് സെയിം മാർക്കറ്റും ഉണ്ട്, ലിമിറ്റ് ഓർഡറും ഉണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഔട്ട് ഓഫ് ദ മണി ഓപ്ഷനാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 13 ഫെബ്രുവരിയിലേക്കുള്ള ഒരു ഓപ്ഷൻ സെല്ലിംഗ് ആണ് ചെയ്യാൻ പോകണമെന്ന് വിചാരിച്ചോ. സോ എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ബിറ്റ് കോയിൻ ഒരു ലെറ്റ്സ് സേ ഒരു 91,000 താഴെ ആയിരിക്കും നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു വ്യൂ. ഓക്കെ, അപ്പോൾ 91,000 കോൾ വിച്ച് ഈസ് എൻ ഔട്ട് ഓഫ് ദ മണി കോൾ ആയിരിക്കും ഞാൻ സെല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്കൊരു ജസ്റ്റ് ഒരു കൺഫർമേഷൻ ഇവിടെ നോക്കാം. അതൊരു 91,000 കോൾ ഇവിടെ കാണുന്നുണ്ട്. എക്സ്പയറി ഡേറ്റ് 13th ഫെബ്രുവരി ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പ്രൈസ് നോക്കൂ. ഇപ്പോൾ ആസ് ഓഫ് നൗ 30.45 ആണ്. ഓക്കെ, സോ ഞാനിതൊരു മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. ഒരു ലോട്ടിന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാണ്ടിറ്റി ഇത്രയാണ്, മാർജിൻ റിക്വയർഡ് 1000 രൂപയാണ്. നൗ ഓപ്ഷൻ സെല്ലിംഗ് വരുന്ന സമയത്ത് മാർജിൻ 2 ടൈപ്പ് ഉണ്ട്. നമുക്കൊരു ക്രോസ് മോഡ് എന്ന് പറഞ്ഞൊരു മാർജിനും ഉണ്ട്, പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞൊരു മാർജിനും ഉണ്ട്. ക്രോസ് മോഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഒരു ലോട്ടിനും ഏകദേശം 5,000 രൂപ എന്ന് പറഞ്ഞൊരു ഫിക്സഡ് മാർജിനാണ്. ഇപ്പോൾ 2 ലോട്ടിന് 10,000 റുപ്പീസ് ഇങ്ങനെയായിരിക്കും. ഇത് ബിറ്റ് കോയിനിൽ. എത്തീരിയത്തിൽ വരുമ്പോൾ ഒരു ലോട്ടിന് 2,000 രൂപ, അപ്പോൾ 2 ലോട്ടാകുമ്പോൾ 4,000 രൂപ. അപ്പോൾ 2,000ൻ്റെ മൾട്ടിപ്പിളിലാണ് നമ്മുടെ ലോട്ട് പോകുന്നത്. പക്ഷേ വേറൊരു മോഡും കൂടി ഉണ്ട്, പോർട്ട്ഫോളിയോ മോഡ് എന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റ് പൊസിഷൻ്റെ റിസ്ക് അനുസരിച്ചിട്ടാണ് മാർജിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ലെസ് റിസ്കി പൊസിഷൻ ആണെങ്കിൽ മാർജിൻ കുറവായിരിക്കും, റിസ്ക് കൂടുന്നത് അതിൻ്റെ മാർജിൻ ഓബിയസ്ലി ഹയർ ആവും. സോ ഇത് ഇവർ മെഷർ ചെയ്യുന്നത് IV ബേസ്ഡ് ആയിട്ടാണ്. സോ ഹൈ IV ഉള്ള ഒരു സ്ട്രൈക്ക് ആണെങ്കിൽ ഓബിയസ്ലി അതിൻ്റെ മാർജിൻ കൂടുതലായിരിക്കും. ഓക്കെ, സോ എൻ്റെ എക്സ്പീരിയൻസിൽ വി ക്യാൻ ജസ്റ്റ് ഗോ വിത്ത് പോർട്ട്ഫോളിയോ മോഡ്. ഓക്കെ, സോ അപ്പോൾ ഞാൻ പോർട്ട്ഫോളിയോ മോഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. 91,000 ആണ് ഞാൻ സെലക്ട് ചെയ്ത കോള്. ഓക്കെ, സോ അത് ഞാൻ സെല് ചെയ്യുമ്പോൾ ഓബിയസ്ലി അത് ബിറ്റ് പ്രൈസിലാണ് എനിക്ക് കിട്ടുക. സോ അതാണ് 30 റുപ്പീസ്. സോ അത് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഞാനതൊരു മാർക്കറ്റ് എക്സിക്യൂഷൻ ചെയ്യാൻ പോകണം 1 ലോട്ട്. സോ ഈ സ്ട്രൈക്കിൻ്റെ അടിയിൽ നിന്നാൽ, സോ ബേസിക്കലി ഞാനൊരു ഔട്ട് ഓഫ് ദ മണി കോളാണ് സെല് ചെയ്യുന്നത്. അപ്പോൾ 91,000ൻ്റെ അടിയിൽ നിന്നാൽ ഐ എം ഗോണ ഗെറ്റ് അപ്രോക്സിമേറ്റ്ലി 28 റുപ്പീസ് ഫോർ എ മാർജിൻ ഓഫ് 1,000. നൗ ആസ് ദ മാർക്കറ്റ് ഫോൾസ്, ലൈക്ക് മാർക്കറ്റ് വീഴും തോറും ഈ സ്ട്രൈക്കിൻ്റെ IV കുറയും. ഈ സ്ട്രൈക്കിൻ്റെ IV കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മാർജിൻ ഓബിയസ്ലി 1,000ൽ നിന്ന് ഒരു 100 അല്ലെങ്കിൽ ഒരു 200 അല്ലെങ്കിൽ ഒരു 500 ആയിട്ട് ഓബിയസ്ലി കുറയുന്നതായിരിക്കും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, സോ ഞാനിത് സെല് ചെയ്യാൻ പോവാണ്.
ഓക്കെ, സോ ഞാൻ സെല് ചെയ്തപ്പോൾ യു ക്യാൻ സീ ദാറ്റ് എൻ്റെ ഓർഡർ വിൻഡോയിൽ കാണാൻ പറ്റും BTC 91,000 കോൾ 13th Feb ഒരു ലോട്ട് അല്ലെങ്കിൽ 0.01 BTC ഇവിടെ വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ആവറേജ് എൻട്രി 30 ആണ്, മാർക്ക് പ്രൈസ് 21 ആണ്, ആൻഡ് അൺറിയലൈസ് പേയ്മെൻ വന്നിട്ടുമുണ്ട്. ഓക്കെ, നൗ ജസ്റ്റ് ലൈക്ക് ഫ്യൂച്ചേഴ്സ് നമുക്ക് ഇതിന് SL TP നമുക്ക് ആഡ് ചെയ്യാം. സെയിം വിൻഡോ തന്നെയാണ്, യു ജസ്റ്റ് ഹാവ് ടു എൻ്റർ ദ പ്രൈസ്. ഓക്കെ, അതുപോലെ ഇത് ഇൻസ്റ്റൻ്റ്ലി നമുക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് നൗ ഇത് ക്ലിക്ക് ചെയ്യാം. അല്ല പാർഷ്യൽ എക്സിറ്റ് വേണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ഓപ്ഷൻസിൽ ജസ്റ്റ് പോയിട്ട് ഇടാം. സ്റ്റോപ്പ് ലോസ് ഇടണമെങ്കിൽ നമുക്ക് അതുപോലെ ഇവിടെ സ്റ്റോപ്പ് ലോസും ഇടാം. ഓക്കെ, സോ ഇതിപ്പോൾ നമുക്ക് ഓർഡർ വിൻഡോയിൽ കാണാൻ പറ്റും. എനിക്ക് വേറെ കുറേ എക്സിസ്റ്റിംഗ് പൊസിഷൻസും ഉണ്ട്, അപ്പോൾ അതും നമുക്ക് ഇവിടെ അടിയിൽ കാണാൻ പറ്റും. നൗ നമ്മൾക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു പുതിയൊരു സംഭവം ഉണ്ട് ഇവിടെ. സോ അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡ്സിൻ്റെ ക്യാഷ് ഫ്ലോസ് അല്ലെങ്കിൽ നെറ്റ് പ്രീമിയം കളക്റ്റഡ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും. ട്രേഡ് ഹിസ്റ്ററിയിൽ നമ്മുടെ ട്രേഡ്സും ഇവിടെ കാണിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിതുപോലെ ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ലിമിറ്റ് ഓർഡേഴ്സും കൂടി പ്ലേസ് ചെയ്യാം. സോ ഇതിപ്പോൾ 30 ആണല്ലോ, പക്ഷേ എൻ്റെ ഒരു വ്യൂ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 91,000 കോള് എനിക്കൊരു 50 രൂപയാകുമ്പോൾ നമുക്ക് വിറ്റാൽ മതി. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ ലിമിറ്റ് ഓർഡറിലേക്ക് ഇത് സ്വിച്ച് ചെയ്യും. ലിമിറ്റ് ഓർഡറിൻ്റെ അവിടെ ഞാനൊരു 50 എൻ്റർ ചെയ്യും. സോ അപ്പോൾ ഈ പ്രൈസ് 50 എത്തുമ്പോഴേ ഇത് എക്സിക്യൂട്ട് ആകത്തുള്ളൂ. ഓക്കെ, ഒരു ലോട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സെൽ കോൾ ചെയ്യുന്നു. അപ്പോൾ ഈ ഓപ്പൺ ഓർഡേഴ്സിൽ കാണാൻ പറ്റും 91,000 കോള് ഇൻ ബിറ്റ്കോയിൻ. ഞാനൊരു ലിമിറ്റ് ഓർഡർ ഇട്ടിട്ടുണ്ട് 50 രൂപയ്ക്ക്. അപ്പോൾ പ്രൈസ് കുറച്ച് 50 എത്തുമ്പോൾ ഇത് ട്രിഗർ ആവും. ഇത് ട്രിഗർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എക്സിക്യൂട്ട് ചെയ്ത മാർക്കറ്റ് പോലെ ഇവിടെ ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ ബൈയിങ്ങും സെല്ലിങ്ങും ഓർഡർ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ബൈയിങ്ങിൽ വരുന്ന സമയത്ത് മാക്സ് ലോസ് എപ്പോഴും ഡിഫൈൻഡ് ആണ്. സെല്ലിങ്ങിലോട്ട് വരുമ്പോൾ നമ്മളൊരു കമ്പൈൻഡ് ഹാർഡ് സ്റ്റോപ്പ് ലോസ് ആണ് ചെയ്യുന്നത്. അതും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഏകദേശം 4% ആണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ ഈ ഓപ്പൺ ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ജസ്റ്റ് നീഡ് ടു ക്ലിക്ക് ഓൺ ദാറ്റ് ക്യാൻസൽ. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ കവർ ചെയ്തേക്കുന്നത് ബിറ്റ് കോയിൻ എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അത് സ്പോട്ടിൽ കൂടെയാണ്. സ്പോട്ട് മാർക്കറ്റിൽ പോകണം. ദാറ്റ് ഈസ് ലൈക്ക് ഈ സ്പോട്ട് ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ ബിറ്റ് കോയിൻ ഡയറക്റ്റ്ലി മേടിക്കുന്നു, നമുക്ക് ലെവറേജ് ഒന്നും ഉണ്ടാകത്തില്ല. ഫ്യൂച്ചറിൽ പോയാൽ നമുക്ക് ലെവറേജ് ഇൻസ്ട്രുമെൻറ്റ്സ് കിട്ടും. സ്പോട്ടിലുള്ള സാധനം തന്നെ നമുക്ക് ലെവറേജ്ഡ് ആയിട്ട് കിട്ടും. സോ ഈ ലെവറേജ് ആണ് കൂടുതൽ നമ്മൾ ഫ്യൂച്ചേഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. 100x വരെ ലെവറേജ് ഉണ്ട്. സോ നമ്മൾ ബേസ് ടു ബേസ് അല്ലെങ്കിൽ 1 minute സ്കാൽപ്പ് ഇതൊക്കെ നമ്മൾ ഫ്യൂച്ചേഴ്സിലാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഓപ്ഷൻ വരുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻ ബൈയിങ്ങും ചെയ്യാം, സെല്ലിങ്ങും ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് റൂൾസ് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നായിരുന്നു. നമ്മളുടെ ക്യാപിറ്റലിൻ്റെ ഒരു 2% അല്ലെങ്കിൽ നമുക്ക് 1% ആണ് റിസ്ക് ഉണ്ടെങ്കിൽ 1%. അത് നമ്മൾ സ്റ്റോപ്പ് ലോസ് എൻ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എഴുതി കാണിക്കും ഇന്ന ക്വാണ്ടിറ്റിക്ക് ഇത്ര ലോസ് ആണ് ഉള്ളതെന്ന്. സോ അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈഡ് ലോസിലോട്ട് അത് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഓർഡർ എക്സിക്യൂഷനും നമ്മുടെ കോയിൻ സ്വിച്ചിലെ ഫീച്ചേഴ്സും. നമുക്കിത് 3 ട്രേഡ് ചെയ്യാം. സോ ദിസ് ഇസ് ഇറ്റ്. സോ നമ്മൾ ഇപ്പോൾ ഒരു ഹാഫ് വേ കോഴ്സ് എത്തിയിരിക്കുന്നു. സോ ഇനിയുള്ള കോഴ്സ് ഇനി നെക്സ്റ്റ് അഡ്വാൻസ് സ്ട്രാറ്റജീസ് ആയിരിക്കും. സോ സ്റ്റേ ട്യൂൺ, സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.